19-ാം നൂറ്റാണ്ടിൽ ഞാൻ നിന്നിലൂടെ ലോകത്തിന് നൽകുന്ന ക്രിയായോഗം പരസഹസ്രം സംവത്സരങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ അതേ ശാസ്ത്രത്തിന്റെ പുനരുദ്ധാരണമാണ്. ഇതേ ശാസ്ത്രം പിന്നീട് പതഞ്ജലി മഹർഷിക്കും ക്രിസ്തുദേവനും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസിനും മറ്റു ശിഷ്യന്മാർക്കും അറിയുവാൻ കഴിഞ്ഞിരുന്നു. ഇച്ഛാനുസരണം സ്വന്തം ശരീരത്തെ ആവിർഭവിപ്പിക്കുകയും വിലയിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്ന എലീജയും യേശുവും കബീറും മറ്റു പ്രവാചകരും ക്രിയായോഗത്തിലോ അതുപോലുള്ള ഒരു ചര്യയിലോ തികഞ്ഞ വൈദഗ്ധ്യം നേടിയവരായിരുന്നു. ഒരു ആത്മാവ് ശാരീരികമായ മിഥ്യാബോധത്തിന്റെ 3 ഭരണികളിൽ നിന്ന് ആത്യന്തികമായി വിമോചിതമാകുമ്പോൾ അത് വ്യക്തിത്വം നഷ്ടപ്പെടാതെ മുൻപ് തന്നെ ക്രിസ്തുദേവൻ ഈ ആത്യന്തിക മോചനം നേടിയിരുന്നു. ആത്മാവിൽ ഉയർന്നെഴുന്നേൽക്കുവാനുള്ള പൂർണ്ണശേഷി പൂർവജന്മങ്ങളിലെ 3 ഘട്ടത്തിൽ തന്നെ ഈശ്വരനുമായി ഒന്നായിത്തീരുന്നു. ശ്രീയേശുവായി ജനിക്കുന്നതിന് ഉയർത്തെഴുന്നേൽപ്പിന്റെയും 3 ദിവസത്തെ അനുഭവം മുൻജന്മങ്ങളിലെ ആഴങ്ങളിൽ അദ്ദേഹം നേടിയിരുന്നു. തന്റെ ഭൂതല ജീവിതത്തിലെ മരണത്തിന്റെയും 3 ഘട്ടങ്ങളുടെയും പ്രതീകമാണ്. ക്രിസ്തുമത ദൈവശാസ്ത്രത്തിൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു വസ്തുതയായി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ മരണത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണമാണ് ദൈവപുത്രനാണ് അദ്ദേഹം എന്നതിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനം ഒരു ദിവ്യാത്ഭുതമായോ യോഗാത്മക ദർശനമായോ അസാധാരണ പ്രതിഭാസമായോ കണക്കാക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ കല്ലറ ഒഴിഞ്ഞു കണ്ടപ്പോൾ ജനങ്ങൾക്ക് അതൊരു കൂട്ടായ മതിഭ്രമമായോ കാഴ്ചയുടെ ബഹുത്വമോ ആയിരുന്നില്ല. അതൊരു തീവ്രവും വ്യാപകവുമായ വിശ്വാസത്തിന്റെ പൊട്ടിപ്പുറപ്പാടായിരുന്നു. ദൈവപുത്രനാണ് ക്രിസ്തു എന്നതിന് വിശ്വാസ്യത നേടിക്കൊടുത്തത് ക്രൂശിത മരണമല്ല, പ്രത്യുത അദ്ദേഹത്തിന്റെ പുനരുദ്ധാനമാണ്. ക്രിസ്തുവിന് തന്റെ ശരീരം കൊണ്ട് സ്വർഗാരോഹണം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നുവോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ഉത്തരം. കാരണം യോഗാത്മക ദർശനപരമായ പാരമ്പര്യത്തിലാണ് യേശുവും വിശ്വസിച്ചിരുന്നത്. യേശുദേവനെക്കുറിച്ചും ക്രിസ്തുമത ഗ്രന്ഥമായ ബൈബിളിനെക്കുറിച്ചും സ്വാമി പരമഹംസ യോഗാനന്ദന് അളവറ്റ ഭക്തി ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നു, ബാബാജി ശ്രീ യേശുവുമായി സദാ താതാത്മ്യത്തിലാണ്. അവർ ഒത്തുചേർന്ന് മോചനത്തിന്റെ ദിവ്യ സ്പന്ദനങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവർ ഈ കാലഘട്ടത്തിലെ മോചനത്തിനുള്ള ആത്മീയ മാർഗം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈശ്വര സാക്ഷാത്കാരം നേടിയ ഈ 2 ആചാര്യന്മാരിൽ ഒരാൾ ഭൗതിക ശരീരത്തോടുകൂടിയും മറ്റേയാൾ ഭൗതിക ശരീരമില്ലാതെയും പ്രവർത്തിക്കുന്നു. യുദ്ധങ്ങളും വർഗീയ വൈരവും ജാതിമത സങ്കുചിത ചിന്തകളും ഭൗതികതയുടെ തിരിച്ചടി നൽകുന്ന തിന്മകളും വെടിയാൻ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് അവരുടെ ദൗത്യം. ഹിന്ദുമത ഗ്രന്ഥമായ വേദങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സാഹിത്യകൃതികളാണ്. വേദകാലത്ത് ജാതി ചിന്തകൾ ഉണ്ടായിരുന്നില്ല. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന ചിന്ത മാത്രമേ അന്നത്തെ ഋഷികൾക്കുണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണ്യം പോലും കർമ്മം കൊണ്ടാണ് ആർജിക്കേണ്ടത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യ സമൂഹത്തെയും ഒരേ ദിവ്യ ചൈതന്യത്തിന്റെ സൃഷ്ടികളായി കാണുന്ന അന്നത്തെ ഋഷീശ്വരന്മാർ ആ അനുഭൂതി ഇപ്രകാരമാണ് ആഹ്വാനം ചെയ്തത്. മനുഷ്യരാശിയുടെ സർവതോന്മുഖമായ ഐക്യത്തിനും തദ്വാര ശ്രേയസിനും വേണ്ടിയാണ് ഋഗ്വേദത്തിലെ അവസാന മന്ത്രത്തിലൂടെ ഋഷീശ്വരന്മാർ ആഹ്വാനം ചെയ്തത്. ജ്ഞാനമെന്നാൽ ഒരുമയാണ്. സഹനാവതു നമുക്കൊന്നിക്കാം എന്നാണ്. അന്യോന്യമുള്ള വിദ്വേഷം കൈവെടിയാം. വെറുപ്പ് വിടവ് സൃഷ്ടിക്കുന്നു. സ്നേഹം കൊണ്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നു. ജ്ഞാനപ്രവാഹത്തിനും അന്യോന്യമുള്ള അടുപ്പം അത്യാവശ്യമാണ്. കാലഘട്ടം മാറിക്കൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായും മാറ്റങ്ങൾ അനിവാര്യമായി തീർന്നു. മാറ്റങ്ങൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ചിന്തയിൽ നിന്ന് അകന്നുമാറി പുതിയ മതങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. ഈശ്വരവചനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ അതാത് കാലഘട്ടത്തിലെ മേലാളന്മാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് പുതിയ മതങ്ങൾ ഉടലെടുത്തത്. അത് പക്ഷേ ഈശ്വര ഹിതമായിരുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം ദൈവപുത്രൻ, പ്രവാചകൻ തുടങ്ങിയ രൂപത്തിൽ അവതരിച്ചവരൊക്കെ ഈശ്വരാനുഗ്രഹവും ഈശ്വര സാക്ഷാത്കാരവും നേടിയവരായിരുന്നു. പിന്നീട് ബുദ്ധിമുട്ടുകളും തരം തിരിവുകളും ജാതിചിന്തകളും സ്പർദ്ധകളും ഏറെയുണ്ടായെങ്കിലും ഈശ്വരവചനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ഇവരൊക്കെ വൻ വിജയങ്ങൾ നേടി. ക്രിസ്തുമതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ആവിർഭാവം ഇത്തരം പശ്ചാത്തലത്തിലായിരുന്നു. പരിശുദ്ധ ഖുറാനിലേക്കും ബൈബിളിലെയും ദൈവവചനങ്ങളും ഹിന്ദുമതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളായ ഭഗവത്ഗീത, വേദങ്ങൾ എന്നിവയിലെ ഈശ്വരവചനങ്ങളും ഒരേ സത്തയിൽ നിന്ന് ഉത്ഭവിച്ചവ തന്നെയാണ്.